ലാലേട്ടൻ്റെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളും തിരനോട്ടമൊക്കെ കഴിഞ്ഞ സമയത്തും ലാലേട്ടൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തും എന്നുള്ളത്. ഇപ്പം അതും ഇതുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. കാര്യം ഞാനൊരു സിനിമാ നടനാകണമെന്നും ഇതാണ് എൻ്റെ ജോലിയെന്നും അതിൽ കുറേ സിനിമകൾ നന്നായിട്ട് അഭിനയിക്കണമെന്നൊന്നും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നൊരു സിനിമ എടുക്കുന്നു. എന്നാൽ ഞാനും അതിൽ കൂടാമെന്ന് പറഞ്ഞൊരു ഉത്സാഹ കമ്മിറ്റി പോലെ അതിലേക്ക് ചേരുകയും പിന്നെ അത് കഴിഞ്ഞ് ഒരു തമിഴ് സിനിമ എടുക്കാനാണ് പോയത് അവരെല്ലാം കൂടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെറുതെ മദ്രാസിൽ പോവുകയും എന്നാൽ അതിലൊരു റോൾ അഭിനയിക്കാം, ശരി അഭിനയിക്കാം. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടറായിരുന്നു. അപ്പോഴാണ് പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ പുതിയ ആൾക്കാരെ വേണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ അതിലേക്ക് പിന്നെ അപ്ലൈ ചെയ്യുകയും എനിക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ കുറേ സിനിമകൾ അങ്ങനെ ചെയ്ത് പോയി അടുത്തൊരു സിനിമയിലേക്ക് അങ്ങ് മാറി പോവുകയായിരുന്നു. അല്ലാതെ ഞാൻ ഈ സിനിമകളിലൂടെ ഇങ്ങനെ അഭിനയിക്കുക, ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തുക, അല്ലെങ്കിൽ ഇതുപോലെ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് പലതും ആഗ്രഹിക്കാതാണ് കിട്ടിയത്. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ നല്ല കഥാപാത്രങ്ങൾ, പിന്നെ സംവിധായകരെ അങ്ങനെ ആയിട്ട് നമുക്ക് പിന്നെ കുറേ പാരലൽ സിനിമ ചെയ്യാൻ പറ്റി. ഭയങ്കരമായ ഇപ്പോൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഹിറ്റ് സിനിമകൾ, മാസിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നതോടൊപ്പം പാരലൽ സിനിമകളായ ഇപ്പോൾ പത്മരാജൻ, ഭരതൻ, അരവിന്ദൻ അങ്ങനെയൊക്കെയുള്ള വളരെ ആൾക്കാരുടെ ഒരു ഓഫ് ബീറ്റ് ഫിലിമുകളും ഒക്കെ ചെയ്യാൻ പറ്റിയ പിന്നെ അതൊരു വലിയ ഈറയായിരുന്നു ആ സമയം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ. സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലെ പുതുതായിട്ട് അല്ലെങ്കിൽ വരുന്ന അല്ലെങ്കിൽ സിനിമയോടെ വളരെയധികം ആഭിമുഖ്യം, ആവേശമുള്ള നടീനടന്മാർക്ക് നല്ല കഥകൾ കിട്ടണം, നല്ല കഥാപാത്രങ്ങൾ കിട്ടണം. അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്നെ അറിയപ്പെടുന്നത് മോഹൻലാൽ എന്ന് അറിയപ്പെടുന്നത് ഞാൻ ചെയ്ത കഥകളിലൂടെയാണ്, കഥാപാത്രങ്ങളിലൂടെയാണ്. അപ്പം മനുഷ്യന് അല്ലെങ്കിൽ വളരെ കൂടുതലും വളരെ സോഷ്യൽ സറ്റയറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ആൾക്ക് പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് പറ്റാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് പറ്റിയത് നമ്മുടെ വീട്ടിൽ സംഭവിക്കാവുന്നതെന്നൊക്കെ പറയുന്ന റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടണം, അത് നന്നായിട്ട് അത് എഴുതണം, അത് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കണം, അത് ആൾക്കാർ കാണണം. ഇതൊരു വലിയൊരു കോൺഗ്രസ്സാണ്, ഒത്തിരി ആൾക്കാർ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മണ്ഡലമാണ്. അപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചോളം നല്ല കഥകൾ കിട്ടുക, കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യത്തിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ആ ഭാഗ്യത്തിൻ്റെ നിഴലിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് അല്ലേ. വീണ്ടും പുതിയ കുറേ കാലത്തേക്ക് പുതിയ സംവിധായകരൊക്കെ വീണ്ടും മാറി നിന്നു എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ആരും വരാതായി. വീണ്ടും മലയാള സിനിമയ്ക്ക് കുറേ പുതിയ സംവിധായകരെ ലഭിച്ചു തുടങ്ങി. അവരും ഇനി പ്രൂവ് ചെയ്യണം, അവരും കഥകൾ എഴുതി പുതിയ തോട്ടുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമുക്കപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കാനേ പറ്റുള്ളൂ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനൊരു പക്ഷേ കുറേ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ അതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എടുക്കണം എന്ന് പറയുന്ന സമയത്ത് പലർക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യക്കുറവുണ്ടാകും. അവർക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ മോണിറ്ററി ബെനിഫിറ്റിൻ്റെ പുറകിലേക്ക് നിൽക്കും. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സിനിമ എടുക്കാൻ വേണ്ടി ഉള്ള സാഹചര്യം എനിക്കുണ്ടായി. എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരിൽ നിന്ന് ഞാൻ പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോയി. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറേ നമുക്ക് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം പോരാ. ഈ ഭാഗ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലക്ക് എന്ന് പറയുന്ന ഒരു വേർഡല്ല, അത് ഒരുപാട് സ്രോതസ്സുകളിൽ കൂടെ ഒഴുകി വന്ന് നമ്മളിലേക്ക് ചേരേണ്ട ഒരു കാര്യമാണ്.